ഞാൻ ഷഹീദായി വീഴുന്നു അല്ലേ, ഷഹീദായി വീഴുന്നു. ആ ശരീരത്തെ നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞു, അനുഗ്രഹീതനായി സ്വർഗത്തിലേക്ക് ഉടമ്പോടുകൂടി കടന്നു പോകുന്ന അംറുൽ ജമൂഹിനെ ഞാൻ കാണുന്നു സ്വഹാബത്തെ എന്ന് അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞപ്പോ ആ വികലാംഗനായിട്ട് നന്ദനായി ജീവിതം മുഴുവൻ തളർന്നു വീണ അംറുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് കടന്നുപോയെങ്കിൽ സഹോദരങ്ങളെ, ഇനിയൊരു ബദർ നമുക്ക് സംഭവിക്കാനില്ല, ഇനിയൊരു ഉഹദ് നമ്മുടെ ജീവിതത്തിൽ ഇന്ത്യയിൽ സംഭവിക്കാനില്ല. പക്ഷേ ഉഹദിനും ബദറിനുമൊക്കെ സമാനമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നു. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഈ സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നതിലൂടെ. നമ്മൾ ആൾക്കാർ എന്താ ചെയ്യണത്? ഒരു തൗഹീദിന്റെ പ്രഭാഷണം, അവിടെ കല്ലേറുണ്ടാകുമെന്നറിഞ്ഞ ഭർത്താവിനെ പോകാൻ അനുവദിക്കാത്ത ഭാര്യമാര് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവിടെ സംരക്ഷണം കൊടുക്കേണ്ടവര്, ആ പണ്ഡിതനെ സംരക്ഷിക്കേണ്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എങ്ങുമെന്നോ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ട് ആരോടും വിധേയത്വമില്ലാതെ എന്തിനാ ഇവരോട് നന്നാകാൻ പറയണത്? എന്താ ഇവരോട് പറയാനുള്ളത്? നിങ്ങൾ നന്നാകുകയെന്ന് പറയാൻ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന് നമ്മളോട് തൗഹീദ് പറയുന്ന ഒരു പണ്ഡിതന്റെ നെഞ്ചിലേക്ക് ചീറിപ്പാഞ്ഞു വന്ന കല്ല് സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആർക്കാ ധൈര്യമുള്ളത്? അവർക്ക് അല്ലാന്റെ സ്വർഗമുള്ളത്, അവർക്കാ പടച്ചതമ്പുരാന്റെ സ്വർഗമുള്ളത്, അവരാ സ്വർഗത്തിലേക്ക് മുൻകടന്നു പോയവര്. അതല്ലാതെ എന്താ ആർക്കാ പിന്നെ അല്ലാന്റെ സ്വർഗമുള്ളത്? ഇവിടെ ദുനിയാവില് കുറച്ചു കാലം ജീവിച്ച് മുസ്ലിമായി ജീവിച്ച് 2 ഫയലും കെട്ടത്തിൽ വെച്ച് 2 പ്രബോധനത്തിന്റെ കെട്ടും വെച്ച് പ്രബോധനമില്ലാത്ത ബോധനവും തൂക്കി നടക്കുന്ന ആളുകൾക്കാണോ എക്സ്പ്രസ് ഹൈവേയുടെ കണക്ക് പുസ്തകം നോക്കി അതിന്റെ വരകളും കൂടി ഇട്ടിട്ട്, അല്ലെങ്കിൽ കനിമണൽ ഗണനത്തിന്റെ കണക്ക് പുസ്തകം നിരത്തി നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സകല പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടത്തി സകല പിക്കറ്റുകളും അതുപോലെ വിരാമങ്ങളും നടത്തി ജീവിക്കുന്നവർക്കുള്ളതാണോ അല്ലാഹുവിന്റെ സ്വർഗം? അതോ തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, കലിമത്ത് തൗഹീദിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉന്നതിക്ക് വേണ്ടി തൗഹീദ് നെഞ്ചിലേറ്റിയ ഒരു സമൂഹത്തിനുള്ളതാണോ സ്വർഗം? ആർക്കുള്ളതാ സ്വർഗം എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. ആ സ്വർഗത്തിലേക്ക് പോകേണ്ടവരല്ലേ നമ്മള്? ആ സ്വർഗം നെഞ്ചോട് ചേർക്കേണ്ടവരല്ലേ നമ്മള്? ആ സ്വർഗത്തിലൊരു സൂചിമുന കുത്താൻ കുത്തുന്ന സ്ഥലം എന്റെ ജീവിതത്തിൽ കിട്ടിയ അതാണോ എനിക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടുള്ളത്? സ്വഹാബത്ത് പറഞ്ഞു നടന്നിരുന്നു. സൂചിമുന കുത്താൻ കിട്ടുന്ന സ്ഥലമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കിട്ടണ്ടേ? അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കണ്ടേ? പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും, നൊമ്പരങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് മുഴുവൻ അനുഭവിച്ചപ്പോഴും ആ സമുദായത്തിന് മുഴുവൻ പുറത്തു കൊടുത്ത പാരമ്പര്യമുള്ളവരല്ലേ നമ്മൾ? എന്നിട്ട് എന്താ ഇന്ന് നമ്മളതൊക്കെ മറന്നുപോയത്? ഇന്നെന്താ നമ്മളതൊക്കെ മറന്നുപോയത്? ത്വൈഫിൽ നിന്ന് അല്ലാഹുവിന്റെ ദൂതര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ കല്ലെറിഞ്ഞാട്ടൊടിക്കപ്പെടേണ്ടി വന്ന സങ്കടകരമായ ഒരു ചരിത്രത്തിന് മക്കയുടെ തെരുവോരങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ത്വൈഫിൽ നിന്ന് മക്കയിലേക്കുള്ള പാത, മക്കയിലെ സൗദി അറേബ്യയിൽ പോയ ആളുകൾക്കറിയാം. ഞാൻ പോയിട്ടില്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. കേട്ട ആളുകൾ പറഞ്ഞ ഇല്ല അറിവ്. വളരെ പ്രയാസം നിറഞ്ഞ ദുർഘടമായ പാതകളുള്ള മക്കയിലും ത്വൈഫിലേക്കുള്ള വഴി മുഴുവൻ കല്ലേറുകൊണ്ട് കല്ലിന്റെ ഏറുകൾ സഹിക്കവയ്യാതെ ശരീരത്തിൽ വലിച്ചിറങ്ങുന്ന ചോരത്തുള്ളികളെ സാക്ഷി നിർത്തി ഒന്നിനെ സഹായിക്കാൻ ആരുമില്ലേ എന്ന് ഓടി ശത്രുവിന്റെ ഈ തപ്പനത്തോട്ടത്തിൽ അഭയാർത്ഥിയായി കിടന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ആ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയെ അല്ലാഹുവിന്റെ വഹിയുമായിട്ടാണ് ഞാൻ വന്നത്, അല്ലാഹു എനിക്ക് അനുവാദം തന്നിരിക്കുന്നു. ആ ജനസമൂഹത്തെ ത്വൈഫിന്റെ 2 പർവ്വതങ്ങൾക്കിടയിലിട്ട് നശിപ്പിച്ചു കളയട്ടെ ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നശിപ്പിച്ചോ എന്നല്ല, അല്ലാഹുമ്മ ഫിർ ലിഖൗമി വഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, അവർ അറിവില്ലാത്തവരാണ് നാഥാ. ത്വൈഫിലെ ജനങ്ങൾ അറിവില്ലാത്തവരാണ് നാഥാ. അവരിൽ ഏതെങ്കിലും ഒരു തലമുറയിൽ നിന്ന് ഏതെങ്കിലും ഒരാള് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വന്നാൽ അതാണ് എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ളതെന്ന് മറുപടി പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യം അവകാശപ്പെട്ടവരായിരുന്നു നമ്മുടെ മുൻഗാമികളായിട്ട് കഴിഞ്ഞു പോയിരുന്നവര്. സയ്യിദ് മൗലവിയെ പൊന്നാനി അങ്ങാടിയിലെ തെരുവോരങ്ങളിലിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുമ്പോഴും കത്തിച്ചെറിഞ്ഞ മാലപ്പടക്കം കഴുത്തിക്കിടന്ന് പൊട്ടിച്ചു തരുന്ന അവസ്ഥ സംജാതമാക്കിയപ്പോഴും ഓവുചാലിലേക്ക് വലിച്ചിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്ത് മൃഗീയമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും ആ സയ്യിദ് മൗലവി പറഞ്ഞ വാചകം എന്തായിരുന്നറിയോ? അല്ലാഹുമ്മ ഫിർ ലിഖൗമി വഇന്നഹും ലാ യഅലമൂൻ എന്നെന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതേ എനിക്കും പറയാനുള്ളൂ. അല്ലാഹുവേ, ആ പൊന്നാനിയിലെ ജനങ്ങൾ അറിവില്ലാത്തവർ
അറിവില്ലാത്തവരാണ് നാഥ, അറിവില്ലാത്തവരാണ് നാഥ, അറിവില്ലാത്തവരാണ് നാഥ, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന ആദർശം പറഞ്ഞ വൈദ്യമോലയുടെ പാരമ്പര്യമുള്ളവരല്ലേ നമ്മൾ? എന്നിട്ട് ആരെങ്കിലും ഒന്ന് പരിഹസിച്ച അല്ലേ, എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ, ഞാൻ എന്തിനാ ഇതൊക്കെ പോയി ഇതൊക്കെ കേൾക്കണം, എന്തിനാ, ആരെന്റെ വായിരിക്കണ ചീത്ത എന്തിനാ ഞാൻ കേൾക്കണത്, വഴി കിടക്കണ കല്ലെന്തിനാ എന്റെ നെഞ്ചിലേക്ക് ഞാൻ ഏറ്റുവാങ്ങണത് എന്ന് പറഞ്ഞ് ഒരു നന്മക്കുമില്ലാതെ ജീവിതം നശിപ്പിച്ച് കളയാൻ, ജീവിതം മാറ്റിവെക്കാൻ എങ്ങനെ നമുക്കെല്ലാം സാധിക്കണത്? എങ്ങനെ നമുക്കെല്ലാം സാധിക്കണത്? അല്ലേ, ഇന്ന് അക്രമങ്ങളിലൂടെയാ നമ്മളെ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ആയുധങ്ങൾ നമ്മുടെ നേരെയാ നീണ്ടുവരുന്നത്. എന്താ ഈ സമുദായത്തോടൊക്കെ കേരളത്തിൽ നമ്മൾ ചെയ്യണ തെറ്റെന്താ? എന്താ നമ്മൾ ചെയ്യണ തെറ്റ്? ആരെ ഇങ്ങനെ കൊല്ലാൻ നമ്മൾ ഇന്നുവരെ പോയിട്ടില്ല, തല്ലാൻ നമ്മൾ പോയിട്ടില്ല, ഇന്നുവരെ ഒരക്രമത്തിന് നമ്മൾ പോയിട്ടില്ല. അക്രമങ്ങൾ മുഴുവൻ സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി ആദർശത്തോടെ ആ സമൂഹത്തോട് ഇക്കാക്കാൻ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ എന്ന്